എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു വിളി വിളിച്ചു. സുഭാഷ് വിളി കേട്ടു. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. സുഭാഷിന്റെ സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. മഴ ഡയറക്റ്റായിട്ട് കുഴിയിൽ വീഴില്ലെങ്കിലും ആ മോളിൽ നിന്ന് തന്നെ എല്ലാ സ്ഥലത്തു നിന്ന് തന്നെ വെള്ളവും വന്ന് വീഴുന്ന ഈ കുഴിക്കകത്തോട്ടാണ്. മഴയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ട് മഴയെന്ന് പറയുമ്പോൾ നമ്മൊരു പേമാരി എന്നൊക്കെ പറയൂലേ എന്ന് പറഞ്ഞ പോലത്തെ മഴയായിരുന്നു. ഈ കുഴിത്തിരി താഴത്തോട്ടാണ്, മുകളിൽ നിന്നുള്ള വെള്ളം മൊത്തം വന്നം ഈ കുഴിയിലോട്ടാണ്. അപ്പൊ വെള്ളവും കല്ലും എല്ലാം വന്നത് ഈ കുഴിയിലോട്ടാണ്. അപ്പൊ ശരിക്കും ആ കല്ലൊക്കെ വന്ന് വീണ് വെള്ളം വീണ് സുഭാഷ് ഒഴുകി പോകുന്നുള്ള പേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ വട്ടം കിടന്ന് വെള്ളം വേറെ സ്ഥലത്തോട് തിരിച്ചു വിട്ട് അവിടെ ഒഴുകി തന്നെ കല്ലുകളൊക്കെ മാറ്റി വിടണമായിരുന്നു. അങ്ങനെ അവിടെ ഒരു 2 മണിക്കൂറോളം 3 മണിക്കൂറോളം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്തതെന്ന് തന്നെ ഒരു ഇതിൽ പറയാവുന്ന അവസ്ഥയിലായിരുന്നു. ഒരു കല്ല് ചെന്ന് വീണിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവൻ്റെ മേത്തോട്ടായിരിക്കും വീണത്, അല്ലെങ്കിൽ വെള്ളം ചെന്നിട്ടുണ്ടെങ്കിൽ